സുഖമല്ലേ? നമ്മൾ ലാലേട്ടന്റെ രാവണപ്രഭു കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കാണ് കേട്ടോ. അതേ ഹൈ ഹൈ, നമ്മളെല്ലാവരും ലാലേട്ടന്റെ കട്ട ഫാൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീമായിട്ട് ഫുൾ എനർജിയിൽ വന്നേക്കുവാണ് കേട്ടോ, അടിച്ച് പൊളിക്കാനായിട്ട്. അപ്പോൾ റിലീസ് ആയതുകൊണ്ട് തിരക്ക് കുറവാണെന്ന് ഓർത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നതാണ്. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഒരു 5-6 സീറ്റേ മിച്ചുള്ളായിരുന്നു. ഉള്ള സീറ്റ് നമ്മളങ്ങ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് തിയേറ്ററിൽ കയറിയപ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ട്. തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ അനുഭവമാണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും. ചോട്ടാ മുമ്പേ കാണാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ പൊളിയായിരുന്നു. ഇപ്രാവശ്യം അതിലും പൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. ഇവർ മൂവി തുടങ്ങുന്നതിന് മുന്നേ ലാലേട്ടൻ്റെ ഒരു അടിപൊളി പാട്ട് നമുക്ക് ഇട്ടുതരും കേട്ടോ, കിടന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അത് ചോട്ടാ മുംബൈക്ക് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നേ. തുടരും ഫിലിമിലെ പാട്ടാണ് ഇട്ട് തന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കളിച്ച് ശരിക്കും ക്ഷീണിച്ചേട്ടോ. പിന്നെ ലാലേട്ടനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ പിന്നെ എനർജി എപ്പോഴും ബൂസ്റ്റപ്പ് ചെയ്ത് വെക്കും. കാരണം കാണുമ്പോഴും എൻട്രിയുടെ സമയത്തും ഒക്കെ കിടന്ന് കൂവാനും കാറാനും വേണ്ടിയിട്ട്. അങ്ങനെ ലാലേട്ടൻ്റെ എൻട്രിയുടെ സമയത്തുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ, തകില് പുകില്, അത് കേട്ട് ഞാനേന്ന് കളിക്കാത്തത്. അതുമൊക്കെ നമ്മൾ ശരിക്കും കിടന്ന് ഡാൻസ് ചെയ്ത് ഇറങ്ങിയൊക്കെ അങ്ങ് ഡാൻസ് കളിക്കായിരുന്നു. ഒരു നാണോ ഇല്ലായിരുന്നു കേട്ടോ. ഇതിൽ മ്യൂസിക്കാണ് ഒരു രക്ഷയില്ലാത്തത്. ഇനി ഡാൻസ് കളിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ മെയിനായിട്ടും വന്നത്. പിന്നെ അറിയാതെ ഇത് തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര റൊമാൻറ്റിക് ആയി പോകും. അടിപൊളിയാണ് ആ ഒരു മ്യൂസിക്. പിന്നെന്താ പറഞ്ഞേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന പടമാണ്. പക്ഷേ തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പോൾ അത് വേറെ ലെവലാണ്. ആരെങ്കിലും കാണാതുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് കണ്ടേക്കണേ. ദേ ആ വൈറ്റ് ഷർട്ടിട്ട് കളിക്കുന്ന ചേട്ടായാണ്. എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു കേട്ടോ മേളിലോട്ട്. പക്ഷെ നല്ല ഹൈറ്റ് ആയിരുന്നു, കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ഒരു രസമല്ലേ, ഇപ്പോഴൊക്കെ ഇത് പറ്റുള്ളൂ. പക്ഷെ ചെന്നിട്ട് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ പിന്നെ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് മൂവി കഴിഞ്ഞും ഒരു ഭയങ്കര ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ എൻജോയ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബൈ.